ഹരി, കൃഷ്ണൻ, മീര 3 പേരുണ്ട്. എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. അമ്മ എന്ത് പറയുന്നു? സുഖം തന്നെ. സുഖമായിട്ട് പോകുന്നു. എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു ആരാധകനാ. ഓ, എൻ്റെ പേര് ശ്രീനാഥ്. ശ്രീനാഥ്. ആ, പിന്നെ ഹരി. ഇത് മീര. അതിരിക്കുന്ന കൃഷ്ണൻ. കിണ്ണൻ അത് തന്നെ. എങ്ങനെയൊക്കെ പോകുന്നു ജീവിതം? സുഖമായിട്ട് പോകുന്നത്. കരുണാലയത്തിലാണ്. ഞങ്ങളെല്ലാവരും കർണാലയത്തിലാണ്. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു? സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ സംഭവം വേറൊന്നുമല്ല, നിങ്ങൾക്കൊരു സസ്പെൻസ് ഇല്ലാതെ പറയാം. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് കൊണ്ട് ഭയങ്കര താരങ്ങളായി മാറിയതാണ്. സത്യത്തിൽ ഇവരുടെയൊക്കെ നല്ല പ്രായത്തിലേ ഈ ഇൻസ്റ്റാഗ്രാം അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവരൊക്കെ ഇന്ന് അറിയപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളായനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെയാണ് ഇവരുടെ പെർഫോമൻസ്. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാനത് മുഖസ്തുതി പറഞ്ഞല്ല, പറഞ്ഞതാ. ശിവകുമാർ സാറിന്റെ കാലത്ത് പുള്ളി മരിച്ചുപോയി. ശിവകുമാർ സാർ മരിച്ചു. പുള്ളിയുടെ കാലത്ത് അന്ന് പേഴ്സണാലിറ്റി ഇപ്പോഴും പേഴ്സണാലിറ്റി കുറവൊന്നുമില്ല. അവിടെ പിന്നെ കാർന്നൽ വിളിച്ചു പോരുകയും ചെയ്തു. എന്ത് പറ്റി? ചെന്നൈ പോയാ? മദ്രാസിൽ പോയി. മദ്രാസിലുണ്ടായിരുന്നു ഒരു 1.5 വർഷമായി. അത് ശരി. പറഞ്ഞത് ഏറെക്കുറെ കറക്റ്റ് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ഭയങ്കര ഒരു അവസരം. നമ്മളെ പഠിത്ത സമയത്തായാലും പ്രായമായാലും നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ ഒരു ഫേസ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ കർണാടകത്തിൽ വന്നതിന് ശേഷം നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഞങ്ങളൊരു അറിയപ്പെടുന്ന ഒരുപാട് കമന്റ്സുകളും സന്ദേശങ്ങളും ഒക്കെ കിട്ടിയ അഭിനന്ദനങ്ങളും മമ്മിക്ക് തന്നെ സമ്മാനങ്ങളൊക്കെ ഒരുപാട് പേര് അയക്കുന്ന മക്കളൊക്കെ അയക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ഞങ്ങൾ 2-3 മക്കളുണ്ട്. അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര സംഭവം. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമില് സത്യം പറയാമല്ലോ, റീൽസ് ചെയ്ത് പരാജയപ്പെട്ട ഒരുത്തരം കാര്യം പറയാം. ഞാൻ റീൽസ് ചെയ്യാനായിട്ട് എടുത്ത് വെക്കും, മൊബൈലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ആ ലിപ്പ് ഉണ്ടല്ലോ, ആ സൗണ്ടിനനുസരിച്ച് ലിപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ആരെയും പുറംലോകം കാണിച്ച് വെറുതെ നാണക്കിടണ്ടാന്ന് വിചാരിച്ചില്ല ഞാനത് പുറംലോകത്ത് കാണിക്കാത്തത്. അതൊരു പോക്കാ. അത് ഞാൻ എപ്പോഴും മോനോട് പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ചെയ്യുന്ന ബിന്ദുജ ബിനു, ഞങ്ങളുടെ മീഡിയയുടെ തുടക്കം കുറിച്ച് ഷിയാസ് എന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും ഞാൻ പ്രായത്തിൽ ഇത്രയുണ്ടെങ്കിലും എന്റെ മോളുടെ പ്രായമുണ്ട് ബിന്ദുജ. എന്റെ ഗുരുനാഥിയായി ഈ കാര്യത്തില്. അത് ശരി. ഞങ്ങൾ അവിടെ അരിമുരളീരത്തിന്റെ ആണോ ഒരു സീൻ എടുത്തായിരുന്നു, മോഹൻലാലിന്റെ സീൻ വെച്ച് ഒരു ഇത് വെച്ച്. അപ്പൊ ശരിക്കും ആ ലിപ്പ് സിങ്ക് ഇത്രയായി എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഡയലോഗ് പറഞ്ഞു തരികയും പഠിക്കുകയും അവിടെ അത് അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ ലിപ് മൂവ്മെന്റ് കറക്റ്റാണ് എന്റെ മുന്നിൽ നിന്ന് അവള് പാടുന്നത്. എനിക്കത് കേട്ട് പാടിയാൽ മതി. അവരുടെ ബ്രെയിൻ അവർ ഒരുപാട് കഴിവുണ്ട്. അവരാണ് ഞങ്ങളെ സത്യം ലിപ്പ് ഭയങ്കര പ്രശ്നമാണ്. ലിപ്സിങ്ക് ചെയ്യാൻ ഞാൻ എന്തോരം പാടുപെട്ടുണ്ടോന്ന് അറിയാം. ഈ നമ്മുടെ മീരയൊക്കെ എന്ത് ഗംഭീരമായിട്ടാ ഇതൊക്കെ പെർഫോം ചെയ്യുന്നത്. ഇല്ല, ഇത് എങ്ങനെ തോന്നുന്നു ഈ സംഭവം, ഈ ലിപ്പൊക്കെ വെച്ചിട്ടേ ഇങ്ങനെയൊക്കെ ഈ ആദ്യമായിട്ട് പാടാനൊക്കെ തുടങ്ങിയപ്പോ എങ്ങനെ തോന്നി? ഞാൻ ആദ്യം ഇതിനൊന്നും ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ ആദ്യമായിട്ടാ. അത് പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യും. എന്നിട്ട് എങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം? ആൾക്കാരൊക്കെ എന്തോ പറയുന്നത് ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോ എല്ലാരും അറിയും. എന്നെ അറിയാത്തവരാരും ഇല്ല. സത്യത്തിൽ ഒരുപാട് മക്കളുണ്ടല്ലേ? ഒരുപാടുണ്ട്. ഒത്തിരി മക്കളുണ്ട്. മൂവാറ്റുപുഴയെന്ന് തന്നെ എന്നെ കണ്ടിട്ട് പോലും ഇല്ല. അർച്ചനയെന്ന് പേരുള്ള ഒരു മോള്, അതിന് 2 പിള്ളേരുണ്ട്, ഭർത്താവും ഉണ്ട്. കണ്ണ് പരിശോധിക്കുന്ന ആളാ. എനിക്കൊരു കണ്ണാടി അറിഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തു. അത് കൂടാതെ ഇപ്പൊ 2 ദിവസം മുമ്പ് ബാക്കി ഞങ്ങളുടെ കർണാടകത്തിലെ അച്ഛനമ്മമാർക്ക് എല്ലാം വേണ്ടി ഒരുപാട് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ഓർണമെന്റ്സ് ആയിട്ട് അങ്ങനെ വലിയൊരു പാക്കറ്റ് ഗിഫ്റ്റ് എല്ലാവർക്കും കൂടെ അയച്ചു കൊടുത്തു. അത് അർച്ചനമോളും അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സും കൂടെ. അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ഈ മക്കളുടെ പരിപാടികളുണ്ട്, ഞങ്ങളുടെ പരിപാടി ഉണ്ട്. ഞങ്ങളുടെ ആ സ്ഥാപനത്തിന് തന്നെ നല്ല പേരും അതുപോലെ സത്യത്തില് നമുക്കൊക്കെ കിട്ടുന്ന ചില പുണ്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഷനാണ്, നല്ലൊരു കഴിവ് വേണം. കാരണം അവര് പറയുന്നത് അതിപ്പം നമ്മൾ ഡയറക്ഷൻ ചെയ്യുവാണെങ്കിൽ ആ ഡയറക്ഷൻ പറയുന്നത് ഏതാണ്ട് ഒന്ന് രൂപീകരിച്ച് കൊടുക്കണം. ഇതിന്റെ അത് പതിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കട്ടണം പറയും. ഈ ഡയറക്ടർ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഡയറക്ടർ. നമ്മള് എത്ര പ്രാവശ്യം
ഇപ്പൊ പനിയാണ്ടായിട്ട് കിടക്കുക. ആ പിടുത്തം ക്ലിയർ ആണേലേ നിർത്തുള്ളൂ. ഫിലിം പിടിച്ചു വരുന്ന ക്ലിയർ ആണേലേ നിർത്തുള്ളൂ. അത് അവരുടെ പുള്ളിക്കാരൻ്റെ ഇഷ്ടം. മീരയോട് ചോദ്യം, ഈ ഹരിയാണോ കൃഷ്ണനാണോ ഇഷ്ടം? അത് പറ. ഹരിയാണോ കൃഷ്ണനാണോ? രണ്ടുപേരും ഒരുപോലെ നൈസായിട്ട്. ഈ ഇപ്പൊ ഈ സിനിമാ താരങ്ങളോടൊക്കെ ചോദിക്കത്തില്ലേ മമ്മൂട്ടിയാണോ മോഹൻലാലിനെ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും ഒരുപോലെ. അതൊക്കെ മനസ്സിലിരിക്കട്ടോ കേട്ടോ. പറഞ്ഞു അത്രയായോ? ഇത്രയും നേരം എന്നോടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇടയ്ക്ക് തോണ്ടി ഹരി, അത് ഞാൻ കണ്ടു. അത് ശരി. വേറെ കണ്ടിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഹരി എങ്ങനെ ഉണ്ടാവും? ഞാൻ എന്റെ കണ്ണും മട്ടും ഒന്ന് തിരിഞ്ഞാൽ മതി, ഉടനെ തന്നെ ഇങ്ങോട്ട് വരെ അങ്ങനെയാണല്ലോ. കണ്ടു നമ്മൾ നിർത്തിയാൽ അങ്ങനെയാണല്ലോ. ഈ കളി വേണ്ട, നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള സ്നേഹവും പ്രേമവും ഒക്കെ കാണിച്ചാൽ മതി. വേറെ പ്രേമം ഒന്നും കയറി കാണിക്കുന്നു. നമ്മൾ രണ്ടുപേരുള്ള സമയത്തുള്ള പ്രേമമൊക്കെ. അപ്പൊ മീരയ്ക്കും ശല്യമില്ല, ഹരിക്കും കൃഷ്ണനും ശല്യമില്ല. വരില്ലേ നീ വരില്ലേ ചൈത്ര വീണ അതിനി ഒരുമിച്ച് പാടിയാ മതി. ഒറ്റക്കൊറ്റയ്ക്ക് പാടണ്ട, ഒറ്റക്കൊറ്റയ്ക്ക് പാടണമെന്നാണ്. ആ ഫിലിമിൽ വന്നു കഴിയുമ്പോഴത്തേക്കും മീരയുടെ പ്ലാനങ്ങ് മാറുക. അങ്ങനെ ക്യാമറയിൽ കയറി ഇരിക്കുന്ന മുഖമല്ല അവിടെ, വേറൊരു സ്റ്റൈലാണ്. ആ മുടിയൊക്കെ യേശുക്രിസ്തുവിന്റെയും ഭഗവാന്മാരുടെ ഇവിടുന്ന് തിളങ്ങി നിൽക്കുന്ന പോലെ ഒരു തിളങ്ങി നിൽപ്പാ മീരയ്ക്ക്. അന്നേരം ആ ഹരി ഇങ്ങനെ കൊതി വിട്ടോണ്ട് എന്നാലും ഭയങ്കര രസകരമാണ്. നമ്മുടെ കവികള് വർണ്ണിച്ച മാതിരിയാണെന്നാ പറയുന്നത്. ഇപ്പോഴും ഇപ്പൊ ഭാരം കുറവായുണ്ട്. കേശഭാരത്തിലെ മുല്ലപ്പൂ ചൂടി, ചന്ദനം നെറ്റിമേൽ ഇങ്ങനെ ചാർത്തി, അഞ്ഞനക്കല്ലിന്റെ തിളക്കമാർന്ന നക്ഷത്ര കണ്ണുകളിലൂടി ശോഭയാർന്ന മന്ദസ്സം നിന്ന് പോകുന്ന മീരയെ കാണുമ്പോൾ ഒരു സന്തോഷം ശരീരത്തില്ല. കൃഷ്ണനെ പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. കൃഷ്ണൻ കൈവിട്ടു പോകും കാര്യം. കേട്ടോണ്ടിരിക്കുന്നവർ പറയണം, ഇപ്പൊ ഈ ഇടയ്ക്ക് പിന്നെ കൃഷ്ണനുണ്ട് ഹരിയുണ്ട്, ഇവർ രണ്ടുപേരുടെ ഇതിൽ ഹരി ഇടയ്ക്കിടയ്ക്ക് മീരയെ തോണ്ടു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്ന സത്യമായിട്ടാ. ഹരി എന്റെ ചെവുക്കുറ്റി അടിച്ചു കൂട്ടി സത്യമായിട്ടാ മിണ്ടാതിരിക്കുന്നത്. ചോദിച്ചോ? അപ്പൊ ഇങ്ങനെ ഇവരുടെ ടൈം കഴിഞ്ഞു. അടിക്കാറുണ്ടോ? നിങ്ങൾ തമ്മി അടി ഉണ്ടാവാറുണ്ടോ? അല്ല, എന്റെ ഇപ്പൊ അടി കഴിഞ്ഞാണ്. ഞാൻ പറയുന്നത് സത്യമായതുകൊണ്ട് മിണ്ട പറ്റുമല്ല. ആണോ? ശരിയാണോ? ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഈ റീൽസ് ഇറങ്ങി പെട്ടെന്ന് ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു സന്ദേശം അല്ലെങ്കിൽ അഭിനന്ദനം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ UK-ലെ ഒരു മലയാളി ഒരു അത് കണ്ടിട്ട് ഒരു മകനേ ഉള്ളൂ, ഫാമിലി ആയിട്ട് അവരുടെ സെറ്റിൽഡാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങളെ നേരിട്ട് വിളിച്ച് ബിന്ദുജയുടെ വിളിച്ചിട്ട് നമുക്ക് അച്ഛനമ്മമാർക്ക് വേണ്ടി ഞങ്ങൾക്ക് ആദ്യമായിട്ട് അന്നദാനത്തിനുള്ള പൈസ അവർ അയച്ചു. നമ്മൾ ആർക്കും നമ്മുടെ കർണാലയത്തിൽ ആരെ സഹായിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ കയറ്റും, നമ്മൾ അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അത് വേണമല്ലോ. സാറിന് എന്തേലും ഇതിൽ നിന്ന് ഉണ്ടാക്കാവോ ഉണ്ടാക്കിക്കോട്ടെ. ഞങ്ങളെ ഭാവി ഇവിടെ ഇതുകൊണ്ടേ പറ്റുള്ളൂ. ദാനം കൊടുത്തൊന്നും മക്കളുടെ കാശ് പിടിച്ച് മേടിച്ചൊന്നും അവരുടെ കൂട്ടായ്മയായിട്ട് ചേർന്നുകൊണ്ട് അത് വീണ്ടും രണ്ടാമത്തെ സഹായിക്കുകയും ചെയ്യുക. അങ്ങനെ അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ മക്കളുടെ എഫർട്ട്, ഞങ്ങളുടെ ദൈവത്തിന്റെ അനുഗ്രഹവും ഞങ്ങളുടെ കൈതനും കൂടെ ചേർന്നുള്ള കൂട്ടായ്മയാണെങ്കിൽ പോലും അത് നമ്മുടെ അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും കൂടെ അത് വിധിച്ച് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോ നമ്മള് ആ ഹരിയിൽ നിന്നും കൃഷ്ണനിൽ നിന്നും മീരയിൽ നിന്നും ഒക്കെ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോ അച്ഛന്റെ പേര് ശശി എന്നാണ് ഈ അച്ഛന്റെ പേര്. മുണ്ടക്കയം, ഇടുക്കി മുണ്ടക്കയം അല്ലേ? കോട്ടയം മുണ്ടക്കയം. കോട്ടയത്തിൽ കൂട്ടിയെത്താ മതി. കേരളത്തിന്റെ സെന്ററാ. അപ്പൊ എന്നെ കോട്ടയം അക്ഷരനഗരിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അക്ഷരനഗരിക്കാരനായ മുണ്ടക്കയംകാരൻ ശശിധരൻ. വെറും ശശിയല്ല, TV ശശിധരൻ. PV ശശിധരൻ. വീണ്ടും എനിക്ക് തെറ്റി. അതായത് പിന്നെ കോട്ടയം മുണ്ടക്കയം PV ശശിധരൻ. ആദ്യം പറഞ്ഞ ശശി എന്നാണ് പറഞ്ഞത്, അതിന് കുറച്ച് അഡീഷൻ ഉണ്ട്, നമുക്ക് കേട്ടല്ലോ അത്. അപ്പൊ അടുത്തത് മീരയുടെ പേര്. എന്റെ പേര് സുമതിയമ്മ. എവിടുത്തെ കാര്യ? ഞാൻ മണിമല. അത് കോട്ടയം മണിമല. ഇവിടെ അല്ല, കുളത്തുപുഴയില് വീട്, സ്വന്തം വീട്. അവിടുന്ന് കല്യാണം കഴിച്ച് അവിടേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് വന്നത്. അച്ഛന്റെ പേര്? എന്റെ പേര് രവീന്ദ്രൻപിള്ള.
സ്ഥലം കൊട്ടാരക്കര. കൊട്ടാരക്കരക്കാരനാണ്. ഇത് കൊട്ടാരക്കരക്കാര രവീന്ദ്രൻ പിള്ള. ഇതിനെ രവി എന്ന് വിളിക്കാം. അപ്പം രവി, ശശി, സുമതി ഈ 3 പേരുമാണ് ഇത്രയും കാലമായി തകർത്ത് നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അല്ലേ. എനിക്കൊരു കാര്യം പറയാം. പറഞ്ഞു. ഞങ്ങൾ 3 എണ്ണം കൂടെ നിൽക്കുമ്പോൾ ഹരി, കിണ്ണൻ, മീര. ഓക്കെ 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 ഓക്കെ. അത് ഒരു പ്രത്യേക റിക്വസ്റ്റ് അല്ല, ആജ്ഞാപിച്ചാണ്. ഞങ്ങൾക്ക് കുറെ അവാർഡ് പോലെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഞങ്ങളുടെ നിങ്ങൾ ഇവിടെ നാൽക്കാലിക്കല് നമ്മുടെ ബിന്ദുജ പഠിച്ചൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ ഞങ്ങൾക്ക് വെച്ചൊരു ക്ലാസ്മേറ്റ്സിനകത്ത് നമ്മുടെ പിന്നെ ഇപ്പം പൃഥ്വിരാജ് ഇതുപോലെ ചെയ്യുന്നവരുണ്ടല്ലോ. അത് ഞാൻ കണ്ടിരുന്നു ലാബിനകത്ത്. ലാബൊക്കെ നമുക്ക് വളരെ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് വിട്ടു തന്നിരുന്നു. അതായത് മൊത്തത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ടക്കണ്ണിയോട് പ്രേമം ഉണ്ടായിരുന്നു. ചെയ്തേ. അപ്പൊ ഞങ്ങളുടെ അത് കണ്ടതിന് ശേഷം നമ്മുടെ പൃഥ്വിരാജിന്റെ വൈഫ് സുപ്രിയ ശരി ബ്യൂട്ടിഫുൾ പറഞ്ഞും കൂടി ഞങ്ങൾക്ക് സന്ദേശം കഴിച്ചിരുന്നു. ഭയങ്കര അനുഭവം. അതിലും വലിയൊരു വീട്ടിൽ ചെന്ന് അയാളുടെ സ്വത്തുക്കളോ അയാളുടെ വണ്ടിയായിട്ടോ 3-4 കോടി രൂപയുടെ കാറൊക്കെ ഉണ്ട്. അതൊന്നും അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ അയാളുടെ ആ മനസ്സാണ്. ഒരു കൂടപ്പുറപ്പിനെ പോലെ ഈ കൊച്ചിനെയും ബിനുങ്ങളെയാണ് അതിൻ്റെ ഏർപ്പാട്. ഇതിങ്ങൾ കയറി ചെന്നപ്പോൾ അതുങ്ങളോടുള്ള ആ മുഖവുര അത് ഞങ്ങളോട് അവരോട് കാണിക്കുന്ന പോലെ തന്നെ. ബിനു ആദ്യമേ പറഞ്ഞു അല്ല അത് അങ്ങനെയാണ്. ഇത് സത്യത്തില് ഞാൻ നേരത്തെ അച്ഛനോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്ന സമയത്ത് തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സാധനം എടുത്തു വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ചെയ്യാൻ പാടുപെട്ട് പരാജയപ്പെട്ട് അവസാനം മൊബൈൽ ഫോൺ എടുത്ത് മാറ്റി വെച്ച് വരുത്തണ ഞാൻ. നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഇവരെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് പാടാണ് ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അതും ഈ ഒരു പ്രായത്തെ ഞാൻ കുറച്ച് കാണുമല്ല, ഈ ഒരു പ്രായത്തിൽ ഇത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. എന്നാ സത്യമായിട്ട് ഞാൻ കുഞ്ഞുക്കുഞ്ഞൻ പിടിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. ആള് ഭയങ്കര ആക്റ്റീവാണ്. നമുക്ക് കമന്റ്സുകൾ മിക്കവാറും വരുന്നത് ബിന്ദുജ നമ്മളെ അവൾ കണ്ടെത്തിയത് വായിക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ ഈ പിള്ളേരെ സംബന്ധിച്ചുള്ള ഒരു ഗുണം ഇവരുടെ ചില കമന്റ്സ് മൈൻഡ് ടച്ച് ആവും. അത്രത്തോളം അതെ. സത്യത്തില് ഒരു പിന്നെ ഇവിടെ ശരണാലയം പിന്നെ പോലെ ഒരു സ്ഥലത്ത് നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു കുടുംബത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ സത്യത്തിൽ, അല്ലേ? ഒരു ലോകത്തുള്ള അല്ലെങ്കിൽ ഈ മലയാളം അറിയുന്ന എല്ലാവരും നിങ്ങളെ അറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരുപാട് ഈശ്വരന്റെയും അതുപോലെ അവരുടെ പിള്ളേരുടെ കുറച്ച് അധ്വാനവും പിന്നെ ദീപികയും എല്ലാം തീർച്ചയായിട്ടും ഈ സപ്പോർട്ടിങ്സ് നമ്മുടെ ആൾക്കാരുടെ ഒരുപാട് സപ്പോർട്ടിങ്, ഒരുപാട് ഈ സത്യം പറഞ്ഞ ഒരുപാട് മക്കളുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും അല്ലെ? ഒരു വേദന നിറഞ്ഞ ഒരു ജീവിതമൊക്കെ ആയിരുന്നോ അതോ ഒരു വേദനയില്ല? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പോയാലും കുഴപ്പമില്ലാത്ത പോയാലും പിന്നെ അങ്ങനല്ലേ? ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയുണ്ട്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ കിട്ടി, നടൻ നടി അങ്ങനെ ഒരിക്കലും എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ. അമൃതയിൽ ചെന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഈ പിള്ളേർ കാരണം ആ പോക്ക് നടന്ന സാറിന്റെ അനുമതി, പിള്ളേരെ അനുമതി ഇല്ല നമുക്ക് പോക്ക് നടക്കുമായിരുന്നു. നമ്മുടെ കൂടുതൽ പോലും അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമല്ല. അന്ന് ഇത് നിർത്തി കളയാൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയാണ്. പിന്നെ ഈ കൊച്ചുങ്ങൾ വന്നാണ് അത് വിപുലീകരിച്ച. ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. അവിടെ കൊണ്ട് കുറച്ച് പിടിച്ചു ഒന്നും കയറ്റം കിട്ടുന്നില്ല. അന്നേരം ഞാൻ ഈ ബില്ലിനോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ക്ലിക്കാകാൻ ചെറിയൊരു പോയിന്റ് മതി. റൊണാൾഡോ മാനെ കൊണ്ട് ഒരു പരിപാടി കാണിച്ചാൽ അതൊരു ഒറ്റ പോക്ക് 11 കോടി ഫുട്ബോൾ കളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു പെങ്കച്ചൻ ഏതാണ്ട് ചെറിയ പരിപാടി കാണിച്ചാൽ അത് 3 കോടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറുക്കൻ ഇത്ര ഒരു കൊച്ച ഫുട്ബോളിൻ്റെ ഇതാ, അതിന് ബിരിയാണിയാണ് മിർണാണി എന്നും പറഞ്ഞ് അവനൊരു ഷോ കാണിച്ചു. നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പയ്യനെ പേപ്പറിൽ കണ്ടു. ഈ മാതൃഭൂമിക്കകത്ത് ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കൂടെ പോയി പന്തുമായിട്ടാണ് കഴിയിരിക്കുന്നത്. ഈ പരിപാടി കാര്യങ്ങളെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവും എന്ന് പറയാം. ഹരീഷ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വൈറലായത് പെട്ടെന്ന് ഈ അടുത്ത സമയത്തായത് അതായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ അതിനകത്തില്ലാത്ത ഇവർ ചേർത്തും കൊണ്ട് വേറെ ഒരു റീൽ ചെയ്യാനായിട്ടാണ് അവിടെ പോകുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ബിനുവിന്റെ ബിന്ദുജയുടെ മനസ്സിൽ ഈ ഒരു
ഐഡിയ പെട്ടെന്ന് ക്ലിക്കായി. ഞങ്ങൾ ആ പോയ തന്നെ ആ റബ്ബറിന്റെ ആ സൈഡിൽ തന്നെ പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടെത്തി ജസ്റ്റ് ആയിട്ട് ഒന്ന് എടുക്കുമായിരുന്നു. ഒരു ടൈമിങ് അത്. ശരിയാ. അതെ, പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ റീലിലൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി, ഭയങ്കര സംഭവമായി മാറിക്കഴിഞ്ഞല്ലോ, താരങ്ങളായി കഴിഞ്ഞപ്പം ആരെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ വിളിച്ചിട്ടേ നിങ്ങൾക്ക് ഒരു അവാർഡ് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് വരണം. ഇപ്പൊ അങ്ങനത്തെ സ്റ്റാറുകളാണല്ലോ. അല്ല വിളി വരുന്നത് എന്റെ പിള്ളേർക്ക് 2 പേർക്ക് വിളി ആണോ? ഗൾഫിലാമാര് നിലത്ത് കുത്തിയിരിക്കും അതുപോലെ വിളിയായിരുന്നു. ആണോ? അത് ശരി. തമാശയുടെ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ വിളി വരുന്നത്. ഈ സിനിമ ആർക്കെങ്കിലും കിട്ടിയാ? അമ്മയ്ക്ക് ഇപ്പൊ അവസരം അമ്മയ്ക്ക് ഇപ്പൊ സ്കൂളിലെ 2 സ്കൂളിലെ ഇനാഗുറേഷന് വേണ്ടി മോളിലേക്ക് കാൾ വന്നിട്ടുണ്ട് എടുക്കാന്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഭയങ്കര സംഭവം തന്നെയല്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ റീൽസ് കണ്ട് നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സ്പോൺസേഴ്സ് ആയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഊട്ടി പോയായിരുന്നു. അത് നമ്മുടെ ഒരു അഭിലാഷ എന്ന് പറയാം. ഞങ്ങൾക്ക് വേണ്ടി ലൊക്കേഷനും അറേഞ്ച് ചെയ്ത് തന്ന് ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങൾക്ക് അവിടെയുള്ള എല്ലാ അതിനകത്ത് നമ്മള് പോയില്ലല്ലോ, ശശിധരന് വരാൻ പറ്റിയില്ല, കൊണ്ടുപോയില്ല നിങ്ങള്. തണുപ്പ് ഇച്ചിരി എന്നാ ചോദിക്കും. ഈ പ്രായത്തിൽ തണുപ്പോ? ചെറിയ ഷൂട്ടിംഗ് അവിടെ പോയിട്ട് ചെറിയ ഷൂട്ടിങ്ങിന് ഒരു ഓഫ് റോഡ് ഇനി ഊട്ടിക്ക് ഒരു ഓഫ് റോഡ് ഉണ്ട്. ഇനി സമയം കണ്ടെത്തി പിള്ളേരെ കൊണ്ട് മകളുടെ സമയം കൂടെ നോക്കിക്കൊണ്ട് ഞങ്ങളത് ചെയ്യും. ചാൻസ് ആവുമോ എന്ന് ചോദിച്ചാൽ സിനിമയിൽ ചാൻസ് ആവും. സിനിമയിലും അങ്ങനെ ആകാൻ പോവാണ്. അല്ല അതെ ചേരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഇതില് കൊമേഡിയൻ ടച്ച് ഉണ്ട്. അല്ല എന്നാലും ഈ ഊട്ടി പോയായിരുന്നു മോശമായി കേട്ടോ. ഊട്ടി പോവാ, ഞാൻ തണുപ്പത്ത് പോയി ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ വരായിരുന്നു. ഒരു കാര്യം യോഗമില്ല, മുന്നോട്ടുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആദ്യം ക്ലിക്കാവുന്നത്. അത് ഇവർക്ക് ഞങ്ങളെ 2 പേര് കുറ്റിക്കാട്ടിക്കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പ്രേതം പാടി ഇങ്ങനെ ഞങ്ങൾ പമ്മി അതിന്റെ ഇടയ്ക്ക് ഇരിക്കുക. ഇടയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തിട്ട് ഇത് പറിച്ചിട്ട് തൂക്കെന്നും പറഞ്ഞ് ഞാൻ ഇതിന്റെ തലയിൽ ഇങ്ങനെയൊക്കെ തൂക്കാം. അന്നേരം എന്ത് ചെയ്യും, പിന്നെ ബിന്നും കൂടെ ഒറ്റ വിളിയാ, ഇങ്ങോട്ട് വന്നു വേറൊരു പരിപാടിയുണ്ട് അങ്ങോട്ട് പോകുന്നു. അതാ ഞാൻ മീഡിയം മുള്ളു കൊള്ളാതെയൊക്കെ എടുത്തു പെറുക്കി കക്കരെ കൊണ്ട് വെച്ചേച്ചേ അപ്പൊ നമുക്ക് പോകാന്ന്. ഇപ്പൊ എന്തായാലും സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തി. സിനിമ, ഊട്ടിപ്പട്ടണം എന്ന് വേണ്ട ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലേക്ക് പോവാണോ? ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഇനി ഇതുപോലെ നമ്മുടെ മക്കളുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്നും അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള അച്ഛനമാർക്ക് കൂടെ അതിന്റെ പ്രയോജനം ലഭിക്കട്ടെ എന്നുള്ള. തീർച്ചയായിട്ടും എനിക്കും വളരെ അധികം സന്തോഷം. ഞാൻ പലപ്പോഴും ഈ റീല് കാണുമ്പോൾ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ ഒക്കെ ഒന്ന് വന്ന് നേരിട്ട് കാണണമെന്നുള്ളത്. നേരിട്ട് ഒന്ന് കാണാനും കുറച്ചേരം സംസാരിക്കുക. വെള്ളിച്ചം ഭയങ്കര സാധനം ആന്ധ്ര കടന്ന് അതിൻ്റെ അകത്ത് ചാടുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ പറയാനേ, ഇപ്പം നമ്മളിപ്പോ നിൽക്കുന്ന ഇവര് തട്ടകൊണ്ട് ഇപ്പം ജീവിതത്തിന്റെ പല മേഖലകളിൽ ഓരോ ട്രേഡിംഗ് പോയിന്റ് ചെയ്യുന്നതാണ്. അധ്യാപകരായിട്ടുള്ളവരുണ്ട്, പുറത്ത് ജോലി ചെയ്തവരുണ്ട്, ഇപ്പോഴും പെൻഷൻ വാങ്ങുന്ന അങ്ങനെ ഒരുപാട് മേഖലയിൽ നിന്ന് എത്തിയ അച്ഛനന്മാരാണ്. മക്കൾ ഉപേക്ഷിച്ചതായിട്ട് സാമ്പത്തികമില്ലാതൊന്നപ്പം വേണ്ടപ്പെട്ട ഉപേക്ഷിച്ചവരായാലും ഇപ്പൊ അവർക്കൊക്കെ ഒരു തണലായിട്ടാണ് ഇപ്പൊ നമ്മളെ കരുണാലയം ഒരു വൃക്ഷത്തിന്റെ ഛായയിൽ ആൾക്കാരെ നമ്മളെ കിളികളൊക്കെ താമസിക്കുന്നു എന്ന് പറഞ്ഞോണം. അതിന്റെ ഒരു പ്രൈമൊഴുക്കി തന്ന നമ്മുടെ ചെയർമാൻ അബ്ദുൽ അസീസ് സാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അവരാണ് ഇതിന്റെ ഒരു ചിത്രം വരയ്ക്കാനുള്ള ചുവര് നമുക്ക് തന്നത്. അതിൽ കൂടെയാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടുന്നത്. സത്യത്തില് അതൊരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങളാരും ഈ പറയുന്ന പോലെ ശരിക്കും ഇപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങനെ കൂടെ നിന്ന് അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ചെയ്തു വെച്ച ആ ഒരു കലയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യം, എന്റെ ആത്മാർത്ഥം എനിക്ക് തോന്നിയ കാര്യം നിങ്ങളെ കാണണമെന്നും നിങ്ങൾ കുറച്ചേരം ഇങ്ങനെ സംസാരിക്കണം എന്നല്ല, കുറച്ചേരം സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന് ഇതുപോലെ സംസാരിച്ച് ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തി ഇതുപോലെ പരിപാടി ചെയ്യുക പറയുമ്പോഴേ ഞങ്ങൾക്കും അതിലെ സന്തോഷം. അപ്പൊ ഇതിനെല്ലാം നിമിത്തം ഒരു ദൈവിക. അതെ ഒരുപാട് മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടെന്ന് പറയാൻ ഞങ്ങൾ അന്നേരം ഒരുങ്ങുക. എന്നെ 2 പ്രാവശ്യം ഡ്രസ്സ് മാറ്റിച്ചു. ആര്? നാടെ നിൽക്കുന്നു 2 തവണ ഡ്രസ്സ് മാറ്റിച്ചു. നാടകത്തിന് പോകാനായിട്ട് റാംജൂർ സ്പീക്കിങ്ങിനകത്ത് ഇങ്ങനെ നിൽക്കുക. ഒരുത്തി വരാനുണ്ട്, ഒരു പിണ്ടത്തടിച്ച് അവിടെ കാണുന്നില്ല. അവിടെ അധികപ്പറ്റാന്ന് മുകേഷൊക്കെ കൂടെ പോയി.
പുള്ളി കൊണ്ടുവരും. കേറി പോടി പിത്തക്കാടി. കുമാരി ഓടിക്കാം. ഞാൻ വേണ്ട പോലെ പറഞ്ഞാണ്. ചൂര ഓടിക്കുന്നത് പോയി പിത്തക്കാളി. ഇത് മറ്റേ ബിന്ദുജയ്ക്കുള്ള മറുപടിയായിരുന്നു. ദൈവം സാക്ഷിയായിട്ട് ഇന്നലെ എന്റെ ചെറുക്കം വിളിച്ചപ്പോ കൊടുക്കാതെ ഞാൻ പെട്ടെന്ന് അങ്ങ് വേറൊരു ലോകത്തായി പോയി. അപ്പൊ ഈ ചെറുക്കം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ ഈ കൊച്ചിനോടും പറഞ്ഞില്ല. എന്റെ 3ാമത്തെ കൊച്ചായിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. എന്റെ 2 ആൺപിള്ളേരുടെ പെങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മൂത്ത ചെറുക്കന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അല്ലേ നന്നായി കിടക്കേണ്ട ഏത് മാർഗം അത് പേടിയാലും ശശിയുടെ അഭ്യാസം നടക്കത്തില്ല. കേട്ടോ. ചൂരിലും കൊണ്ട് നിൽക്കുന്ന ഒരു ടീച്ചറാണ്. അത് നന്നാകുന്ന ഏത് സപ്പോർട്ട് രണ്ടുപേരും പേടിയാ. അല്ല എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ ജയിപ്പിച്ചു കൊടുക്കും. അത് വേണം. ഷൂട്ടിങ് സമയത്ത് പറയുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് പറയുന്ന അവര് കേട്ടാ മതി അല്ലേ. അല്ലാതിപ്പം നല്ലത് പറഞ്ഞു കൊടുക്കും. നല്ല വഴിയെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കും. തന്നെ ബിനു തന്നെ ഒരു ഡയറക്ടറായി കാണണമെന്ന് എല്ലാം നിങ്ങളെ പോലുള്ള അഭിനേതാക്കൾ ക്യാമറ എന്ന് പറയാൻ 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വർത്താനം പറയാം. അന്നേരമാണ് ഞാൻ ആക്ഷൻ കാണിക്കട്ടെ കുഞ്ഞുകുഞ്ഞും ചെയ്യുന്നുണ്ടെന്ന് ആരാണ്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇട്ട് നിന്ന് മുണ്ടൊക്കെ മടക്കി അണ്ണൻ്റെ ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടല്ലോ. ആ പല്ലുണ്ടല്ലേ പറ്റുള്ളൂ. അല്ല പല്ലില്ല ഈ കൊപ്പപ്പല്ലും വെച്ചോണ്ട് ചെയ്യാൻ പോയാൽ ഞാൻ ചെയ്യുകയല്ല. ഇത് വെക്കണം വെച്ചാ അത് ചെയ്തിരിക്കും ഡാൻസ്. അപ്പൊ മറ്റേ ചെറുപ്പമായിട്ട് ഈ ചെറുപ്പാകുമ്പം ബാലൻസ് കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ദിലീപ് ഇങ്ങനെയല്ലേ. അതെ അതെ അതെ. ഇങ്ങനെ ഒരു ദൈവം വെക്കണം. പൊങ്ങുവല്ല് വേണം. എന്തായാലും വളരെ രസകരമായ അനുഭവമായിരുന്നു. ഈ ഹരിയും കിണ്ണനും മീരയും എല്ലാം കൂടെ ചേർന്ന് വന്നേ സന്തോഷമുണ്ട്. മീരം വേണം കുഞ്ഞുകുഞ്ഞിനകത്ത്. ശരി. മീര വേണം. അതിനകത്ത് ജൂഹിച്ചവളെ അല്ല അഭിനയിച്ചത്. നവ്യ നായരുടെ റോള് അഭിനയിക്കണമെങ്കിൽ ഈ മീര വേണം. അപ്പം തയ്യാറുണ്ടോ? മുടി ഒന്ന് ഡൈ തയ്യാറുണ്ടോ? മുടി ഡൈ ചെയ്യുക. തയ്യാറുണ്ടോ? കുഞ്ഞിക്കുഞ്ഞിനകത്തില് അതിന്റെ കാര്യം പറഞ്ഞു ചോദിക്കാനേ ഉള്ളൂ. അങ്ങനെ പോകാൻ തീരുമാനമുണ്ടെങ്കിൽ ഇനി ഒരു തുളസി പൂവിന്റെ ആവശ്യമില്ല. അത് തന്നെ ഞാൻ പറയാം. പൊക്കോ പൊക്കോ പൊക്കോ. അപ്പൊ ഈ കാര്യത്തിൽ ഒരു ക്ലൈമാക്സ് ആയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. കുറെ നേരം കൊണ്ട് ഞാൻ ഈ ബിന്ദുജ എന്ന് കേൾക്കുന്നുണ്ട്. ഈ കുറെ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് ആകപ്പാടെ പ്രശ്നക്കാരിയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ എന്തായാലും ഈ ബിന്ദുജ എനിക്കൊന്ന് കാണണം. ഞാൻ വിളിക്കാൻ പോകും. ഞാൻ ബിന്ദുജ കണ്ടേ വരും. ബിന്ദുജ ഹായ്, വരൂ 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 വരൂ. അവിടെ തന്നെ നിക്കണല്ലേ. എന്താ സംഭവം? മാന്യനായി ബിന്ദുവിക്ക് തന്നു വിടാൻ വേണ്ടി 2 ഷർട്ട് പോകുന്ന ചോദിച്ചിട്ടുണ്ട്. കഴുകിക്കൊണ്ട് കൊടുത്തോണം. എന്നിട്ടാ പറഞ്ഞു 2 എണ്ണം ഇടാൻ പറഞ്ഞു, 3 എണ്ണം ഇടാൻ പറഞ്ഞു. ഇതെല്ലാം കുറ്റം പറഞ്ഞ് ഈ കൊച്ചിന്റെ കാര്യം. അറിയാമോ, നമ്മളെല്ലാ ഇന്റർവ്യൂസിനും ഇപ്പൊ തന്നെ ഒരു 5-6 ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് സെയിം വൈറലായ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിട്ട് ആ സെയിം ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു വെച്ചാൽ ഞാൻ പെട്ടെന്ന് കൊണ്ടുവച്ചിട്ട് നമുക്ക് അമൃത ചാനലിൽ ഇത് ഗിഫ്റ്റ് കിട്ടിയ ഷർട്ടാണ്. 2 പേർക്കും ഗിഫ്റ്റ് കിട്ടിയാണ്. അപ്പം എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവർ അടിപൊളിയായിട്ട് നല്ല സുന്ദരിമാരായിട്ട് നിൽക്കണം. അതെന്റെ ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഡ്രസ്സിന്റെ കളറായാലും അതിന്റെ ഇതൊക്കെ ഏറ്റവും പ്രാധാന്യം പിന്നെ റോള് ബിന്ദിക്കുണ്ട്. ബിന്ദിച്ച പറയാ അങ്ങനെ വേണം. ഇത് കുറച്ചും കുറ്റം പറഞ്ഞില്ലായിരുന്നല്ലോ. സ്നേഹമൊക്കെ സ്നേഹം. നമ്മുടെ കൊച്ചിനെ കുറ്റം പറയാൻ എന്റെ പ്ലാമാ അങ്ങനായി. എങ്ങനെയാണ് ഈ സാധനം ഇവരെ കൊണ്ട് നടപടിയാക്കുന്നത്? നടപടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർഷമായി നമുക്ക് ഈ യൂട്യൂബ് ചാനൽ, കരുണാലയത്തിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്.
ആ തുടങ്ങിയതിന്റെ കാരണം നമ്മൾ കൊറോണ സമയത്തും വയനാട് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയി. പുറത്തുനിന്നൊക്കെ ഫുഡ് വരുന്ന കാര്യമാണെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ വരുന്ന എല്ലാം ടൈറ്റ് ആയിപ്പോയി. അപ്പൊ ആ സമയത്ത് സാറും നമ്മുടെ കുറച്ച് സ്റ്റാഫുകളുണ്ട്, അഞ്ജു, ശ്രുതി, ആതിര, അപ്പൊ ഇവരാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, ഷിയാസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കരുണാലയത്തിൻ്റെ ടോട്ടൽ കാര്യങ്ങളും വരുന്ന ഇനി എൻക്വയറീസ് ആണെങ്കിലും ഒക്കെ അവർ ആ വീഡിയോസിൽ കാണിക്കും. ശബരിമല പോക്ക് എല്ലാ വർഷവും സാറ് ശബരിമലയ്ക്ക് വിടും ഇവരെ. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ വ്ളോഗുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു റീൽസും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ വിനീഷും ഞാനും കൂടാണ് ഞാൻ 10 വർഷമായിട്ട് കരുണാലയത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ സിംഗറാണ്, ആർട്ടിസ്റ്റാണ്, ഇപ്പോൾ സ്റ്റേജ് പെർഫോമറാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളാക്കിയിട്ട് കുറച്ച് വരാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് തോന്നി നമ്മുടെ ആ ചാനൽ ഒന്നും കൂടെ നമുക്കൊന്ന് പുതുക്കാം. അങ്ങനെ ഞങ്ങൾ എടുത്ത ഒരു തീരുമാനമാണ് റീസ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബിലും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കണ്ടന്റുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി സാധാരണ നമ്മുടെ കുറച്ച് ഇതുപോലെ പ്രായമുള്ള അച്ഛനമ്മമാരുടെ വീഡിയോസ് ഒക്കെ വേറെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഡയലോഗ്സ് ഒന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇവര്. ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ അനായാസമായിട്ട് അത് 5-10 മിനിറ്റിനുള്ളിൽ കാണാതെ പഠിച്ച് നമുക്ക് ഇപ്പൊ വരുന്ന ആ ഓഡിയോയുടെ കൂടെ അവരത് പ്രസന്റ് ചെയ്യും. ഞാനിപ്പം പുള്ളിയെ നിർത്തിക്കൊണ്ട് ഡയലോഗ് പറഞ്ഞാൽ പുള്ളി അത് ഇതിൻ്റെ അകത്ത് കെട്ടി. നമുക്കിപ്പം നടന്മാരാണെങ്കിലും ഇപ്പം സിനിമയിലാണ് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഡയലോഗ് ഏറ്റവും കയറ്റി വെച്ച് പെർഫെക്റ്റാ പുള്ളി. ഇത് എന്ന് പറഞ്ഞോണ്ടൊരു കഴിവ് അത് ഞാൻ പുള്ളിയെ അന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു പവറുണ്ട് അതിന്. അപ്പം നമ്മളിപ്പം അതിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മളതെല്ലാം എപ്പോഴും എല്ലാവർക്കും 10 ഡയലോഗ് ഒന്നിച്ച് പറഞ്ഞാലും പുള്ളി അത് ഏതാണ്ട് പഠിച്ച സാധനം മറക്കത്തൂല്ല. ഞങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ ഡയലോഗ് പറയണമെന്നില്ല. ഡയലോഗ് ആദ്യത്തെ 2-3 പറയാം, എന്തെങ്കിലും പറയുകയാണ് ബിനു 1-2 പ്രാവശ്യം നോക്കി കട്ട് ചെയ്തെടുക്കാന്ന് പറയും. ബാക്കി അങ്ങനെ ഇതതില്ല. ഇപ്പൊ എല്ലാം നേരെ പോവാ. പിന്നെ ഇടയ്ക്ക് വന്നാല് ബിനു നിർബന്ധമുള്ളതാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ ചെറുക്കം പിടിക്കുന്നത് അത് ഒക്കണമെന്ന് തന്നെ നിർബന്ധം. അല്ലെങ്കിൽ അത് പുള്ളിക്ക് മുഖം അങ്ങോട്ട്. അത്ഭുതം തോന്നിയത് നമ്മള് ഹരിമുരളീരവത്തിന്റെ ഒരു സീക്വൻസ് എടുക്കാൻ പോയ സമയത്ത് ലെങ്തി ഡയലോഗ് അറിയാലോ, സംഗീതം അനന്തസാഗർ, ആ ഒരു സംഭവം. അതിന്റെ പിന്നെ പാട്ടിന്റെ സീക്വൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാറിൽ അങ്ങോട്ട് പോയ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ ഡയലോഗ് എഴുതി അന്നേരം പഠിക്കുക. തീരാത്ത പ്രവാസം ശിഷ്യെന്നോ മക്കളെന്നോ അല്ല, ഇത് ഗുരുനാഥനായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തില് ക്യാമറയുടെ മുൻപിൽ ചെന്നപ്പോ ആ ഡയലോഗ് നമ്മളിപ്പം ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമ്മൾ ഇടും. അച്ഛൻ ആ ഡയലോഗിന്റെ കൂടെ തന്നെ അച്ഛൻ ബൈഹാർട്ടാക്കിയിട്ട് കാണാതെ ആ ഡയലോഗ് പ്രസന്റ് ചെയ്തു. അപ്പൊ അതിങ്ങനെ ലാലേട്ടനോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ഡയലോഗ് എനിക്കൊന്ന് കേട്ടാ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. ഓർമ്മയുള്ളത് നമ്മളിപ്പം പെട്ടെന്ന് സ്ട്രൈക്കായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ സംഗീതം അറിയും തോറും ആഴം കൂടുന്ന അമ്മയോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ലോകത്ത് ആരുമില്ല. അമ്മയോട് സ്നേഹം ഉണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സത്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില അറിയുന്നത്. അപ്പം അവിടെ വെച്ചാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പം ബിന്ദുജാമനെ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് പെട്ടെന്ന് എഴുതിയും വായിക്കുകയും ചെയ്യിക്കുക. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു സാധനം അങ്ങനെ അലക്കി ഞെട്ടിച്ചു കളഞ്ഞു. മൊഴിപ്പിക്കാൻ പറ്റില്ല, ചേർത്ത് അങ്ങോട്ട് പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ കൂടപ്പുറപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സബ്രോങ്കി ജിന്ദഗി ജോ കുച്ച് കപ്പി നഹീ ഹോത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് അത് ബിന്ദുജിയുടെ ഡയലോഗ്സ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒറ്റ ഷോട്ടിൽ അച്ഛൻ എടുത്ത ഇതായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആ സെയിം പാറ്റേൺ ഇപ്പൊ അമ്മയും ചെയ്തോണ്ടിരിക്കുക. ഇംഗ്ലീഷ് ഡയലോഗ് ആയിക്കോട്ടെ, നമ്മുടെ കവിളിണയിൽ അമ്മ വരികളൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പൊ. അതിനകത്ത് കുറച്ച് ഇംഗ്ലീഷിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചമ്മ എത്ര വരെ പഠിച്ചു,
അമ്മയ്ക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാവുമോ എന്നൊന്നും ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ അപ്പൊ തന്നെ ഇപ്പൊ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ഇപ്പൊ ഇനി അതർ ലാംഗ്വേജിൽ ഇപ്പൊ നമ്മൾ ഊട്ടിയിലൊക്കെ പോയപ്പം നമുക്ക് കുറച്ച് ഫാൻസ് ഒക്കെ വന്നിട്ട് അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് തന്നെ. അപ്പൊ അവരൊക്കെ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാ. സെലിബ്രിറ്റി സ്റ്റാറ്റസ്. സുന്ദരിയമ്മ. ഇപ്പൊ വന്ന് സ്റ്റേജ് കണ്ടു കഴിഞ്ഞാല് നാട്യശാസ്ത്രത്തിലെ ചുവടുകൾ സുമതിയമ്മ ആണല്ലേ. ഷിയാസും വിനീഷാണ് വീഡിയോസ് എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നൈറ്റ് തന്നെ നമുക്ക് പകല് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് എഡിറ്റ് ചെയ്ത് രാവിലെ ആകുമ്പോൾ നമ്മൾ ഔട്ട് ഇറക്കും. അപ്പൊ ഷിയാസും ഞാനും കുക്കുമാണ് ഇപ്പൊ നമ്മുടെ മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്പെഷ്യൽ പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് വയ്യാ പോ. അല്ല, നമ്മുടെ ചെയർമാൻ അബ്ദുൽ അസീസ് സാറും റംലാമയും ഇനി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇവരെ ഇനി എന്ത് കാര്യത്തിനും എനിക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു ഷൂട്ടിനാണെങ്കിലും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രത്യേകം സാറിന്റെ അമ്മയുടെയും പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പൊ ഇവര് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പെർമിഷനൊക്കെ വാങ്ങിച്ച് ഇവരുടെ മക്കളാണ് അവര്. അപ്പൊ അത്രയും എന്താ പറയാ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടാണ് ഇപ്പൊ ഇവർ ഇതിനെ കാണുന്നത്. നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാനല്ല പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂജയും ഒക്കെ ചെയ്യും. നമ്മളൊരു സിനിമ എങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ്. ഇപ്പം ലൊക്കേഷൻസ് ഒക്കെ ഇപ്പൊ ഓരോരുത്തർ ഓരോ ഇന്ന ലൊക്കേഷൻ വന്ന് എടുക്കാമോ, ഇപ്പൊ കണ്ടന്റുകൾ നമുക്ക് എഴുതി അയക്കാൻ തുടങ്ങി. നിങ്ങൾ ഇന്ന സിനിമയിലെ ഇന്ന സിനിമ എടുക്കാമോ. അപ്പൊ അമ്മയ്ക്ക് ഒരു സിനിമയിൽ ഒരു ഇത് വന്നിട്ടാണ്. പിന്നെ സെലിബ്രിറ്റീസുകൾ ഇവരോട് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ലാംഗ്വേജിലുള്ള അശ്വതി ചേച്ചിയില്ലേ കോമഡിയിലൊക്കെ ഉള്ള, അപ്പൊ ആ ചേച്ചിക്ക് അച്ഛനൊപ്പം ഒരു ഡുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അശ്വിൻ അമ്മയുടെ കൂടെ നമ്മുടെ ബമ്പർച്ചിരിയിലെ അശ്വിൻ അമ്മയുടെ കൂടെ അഭിനയിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ കരുണാലയത്തിൽ വരുന്ന ഗസ്റ്റുകളാണെങ്കിലും ഒക്കെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു അത് ഇവരുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇവരുടെ 3 പേരുടെയും മുഖം കാണുമ്പോൾ തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഫാൻസ് ആണ്, ആരാധകരാണ്. പെട്ടെന്ന് അരിശമുള്ളൂ, പിന്നെ ശാന്തന, പിന്നെ നമ്മുടെ മൊത്തത്തിൽ നോക്കും, പിന്നെ പമ്മിപ്പോവും, പിന്നെ വീഴും, പിന്നെ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ കണക്കും അങ്ങ് തീർക്കും. നമ്മുടെ ഈ ചാനൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ തമാശയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കരുണാലയത്തിലൊരു അച്ഛനമ്മമാർക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ വയനാട് ആ ഒരു സംഭവമൊക്കെ വന്നപ്പോൾ എല്ലാ സഹായങ്ങളും ഒക്കെ അങ്ങോട്ടങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം അച്ഛൻ പറഞ്ഞാലോ UK നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമ്മളെ പേരറിയിക്കാൻ താല്പര്യപ്പെടാത്ത ഒരുപാട് ആൾക്കാർ സുഹൃത്തുക്കൾ വരെ നമുക്ക് വേണ്ടി ഇപ്പം അമ്മയുടെ ബർത്ത്ഡേക്ക് തന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ വന്നു. ഒരു ചേട്ടൻ ഇന്നലെയും കൂടെ നമുക്ക് കുറച്ച് പൈസയൊക്കെ അയച്ചു തന്നിട്ട് വീഡിയോ കോളിൽ വിളിച്ച് വരെ 3 പേരെയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ അയച്ചു തരിക ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ ഈ ആ കൊറോണ ടൈമിൽ കറിയൊന്നും വെക്കാൻ വരെ നമ്മൾ അറിയിച്ചിട്ടില്ല. പുറത്ത് അപ്പുറത്ത് വീടുകളിൽ പോയി ഓമിക്ക വരെ പറിച്ചുകൊണ്ട് വന്നിട്ട് കറിയൊക്കെ വെച്ച് കൊടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പൊതിച്ചോറുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടെത്തിച്ചെന്ന്. പക്ഷെ ഇവരെ ആരെയും ഈ 350 സംതിങ് ആൾക്കാരുണ്ട്, ഒരു ദിവസം പോലും പട്ടിണിയോ കാര്യങ്ങളോ ഒന്നും അറിയിച്ചിട്ടില്ല. പല ഈ ഷുഗർ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ സിക്കായിട്ടുള്ള കൂടുതൽ പേരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം പല ഫുഡാണ്. ദോശ, ചോറ് വേറെ, കഞ്ഞി വേറെ, അങ്ങനെ പല ഫുഡാണ് ഒരു ദിവസം നമ്മൾ കൊടുക്കുന്നത്. അപ്പം അവരുടെ രോഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് ഫുഡും കൊടുക്കുന്നത്. പിന്നെ ജ്യൂസിയായിട്ട് കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ ഇതിപ്പം ലോകം മൊത്തം അറിഞ്ഞിട്ട് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ തന്നെ പോട്ടെ. ഇപ്പം വരുമാനം ഉണ്ടാക്കുന്ന അച്ഛനമ്മമാരെന്നുള്ളൊരു പിന്നെ നമ്മളെ എന്നെപ്പോലുള്ള അച്ഛനമ്മമാർക്ക് ആ പൈസ ഇപ്പൊ ഞങ്ങൾ ഇതുകൊണ്ട് ഏത് വരുമാനം കിട്ടിയാലും അച്ഛനമ്മമാർക്ക് കൊടുക്കും. അല്ലാതെ അതുകൊണ്ട് വേറെ ഒരു പ്രശ്നമില്ല. അത് ആ കൈക്കങ്ങ് പോവുക,
അതുങ്ങൾക്ക് സുഖമായിട്ടുള്ള ഡ്രസ്സ് എടുക്കുക, കൊടുക്കുക, അതുങ്ങൾക്ക് ആഹാരം കൊടുക്കുക. എന്നെ കൂട്ടിയാണ് പറയുന്നത്. ഞങ്ങൾ മോളല്ലാതെ ഞങ്ങൾ 3 അന്തേവാസികളാണ്. ഇവിടെ സെലിബ്രിറ്റീസ് വരുവാണെങ്കിൽ അപ്പൊ ഗണേഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ പെർഫോമർ ആണ്. ഹോക്കി, നമ്മുടെ 8 വർഷം ഹോക്കി ടീമിൽ അംഗമായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഇവര് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന 3 പേരെ തിരഞ്ഞെടുത്തിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ കൊടുത്തിട്ടുണ്ട്, ഒരു യാത്ര കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അങ്ങനെ ഫ്ലൈ ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഇടയ്ക്ക് ഇന്റർനാഷണൽ പെർഫോമൻസിന് നമ്മൾ ഒരു സൺഡേയിൽ വരണമെന്ന് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് ആ സീസൺ ടൈം ഒന്ന് ഒഴിഞ്ഞു കഴിയുമ്പം റീജോയിൻ നടക്കും. നമ്മുടെ മക്കളുടെ ഒരു അനുഗ്രഹം ഒരുപാട് നമ്മുടെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതില് ഞങ്ങൾക്ക് ഞങ്ങളെ 3 പേരെ കൊണ്ടുപോയപ്പോ തന്നെ ബിന്ദുജയുടെ പെർഫോമൻസിനകത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സീറ്റ്, അതിനുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടി. ബിന്ദുജയുടെ പെർഫോമൻസ് ടൈം വന്നപ്പോൾ ബിന്ദുജ ഇറങ്ങി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെല്ലാം കൈപിടിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് അഭിനയിക്കാനും നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് മിനിസ്റ്റർ തന്നെ പറഞ്ഞു ഇവരെ 3 പേരെ ഫ്രണ്ടിൽ ഇരുത്തണം എന്ന് പറഞ്ഞു. മിനിസ്റ്റർ പറഞ്ഞു. എന്തായാലും നല്ല കാര്യം. ഇങ്ങനെ 3 സെലിബ്രിറ്റീസിന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന, അല്ലെ അവരെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം. പോയിട്ട് കിട്ടി. ശബരിമലയ്ക്ക് അങ്ങോട്ട് പോകുന്നു, കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. മിനു നോക്കാതെ ഈ അച്ഛനെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പം മിനു പറഞ്ഞു യൂട്യൂബിലായിരിക്കും. എൻ്റെ കൂടെ അപ്പോഴേക്ക് 2 ദോശ ഇങ്ങനെ തട്ടുന്നത് എന്നെ കഴിഞ്ഞ് മട്ടത്തിലുള്ള ആ 2 ദോശയായിരുന്നു ഈ ബിനു എന്നെ തല്ലിക്കൊണ്ടു. എവിടെ തിന്നാനാ? പകുതി നിന്നപ്പോഴത്തേക്ക് എൻ്റെ വയറ് നിറഞ്ഞു, പകുതി മാറ്റി വെക്കുമായിരുന്നു. എന്തായാലും വളരെയധികം സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ. ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ മാനെ, ഈ സംഗതി ഒന്ന് വിജയിച്ചു കിട്ടണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്റെ കൊച്ചുങ്ങൾ ഇതുങ്ങൾ പറഞ്ഞ എന്റെ പിള്ളേർ പറഞ്ഞ് ഏറ്റിരിക്കുന്നത് ഇതൊരു ലെവലാക്കിയിട്ട് പിന്നെ അതുങ്ങളെ പ്രോഗ്രാമിന് എപ്പോഴും ഞാൻ പിള്ളേരോട് പറയും, നിങ്ങൾ പ്രോഗ്രാം കളഞ്ഞാക്കത് അവരുടെ ജീവിത പ്രശ്നമാണ്. നമ്മുടെ കരുണാലയത്തിൽ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. ചേട്ടൻ അവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസിൽ നമ്മുടെ അത്തച്ചി എല്ലാരും വീഡിയോസ് സാറ് വരെ അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഇതിന്റെ ഒരു കലാകാര കുടുംബമാണ്. ഇങ്ങനെ ക്ലിക്കാവുന്നത് ഇങ്ങനെ ഞൊടിക്കുന്ന പോലെയേ ഉള്ളൂ. അത് ഞൊടിക്കുന്ന പോലെയാ. അതിന്റെ ക്രിസ്ത്യാനം കൊണ്ടുവന്നിട്ട് കൊച്ചിനെ ഇവിടെ മകനെ തന്നെ ഒരു പരിപാടി രാജേഷ് ചേച്ചിയും അച്ഛനും കൂടെ ഉള്ള ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. എല്ലാരും സ്റ്റാഫും എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഏർപ്പാടായിരുന്നു. അത് ഞാനിപ്പോ ചോദിച്ചു ഞാനിത് നിർത്തിയതാന്ന് ഫോൺ വരെ മാറ്റി. ചിലപ്പോ നടന്നു പോകുന്ന വഴിക്ക് അതിന് ചെറിയൊരു സംഗതി പിടിച്ചങ്ങോട്ട് വരുന്നു. അതങ്ങ് വൈറലായ കോടികൾ പോവാ ഒരാഴ്ച സംഗതി നോക്കെ. ഞാൻ എവിടെ ചെന്നാലും ഇപ്പൊ ഇവിടെ വന്നല്ലോ, നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം ചെയ്യണോ, ഭഗവതിയാണ് ഭഗവതി, ഈശോ ആണ് ഈശോ, ആരാന്ന് പറഞ്ഞാൽ ഓർത്തേറ്റ് അവിടെ നിൽക്കുന്നു. ഈ ദേശത്തിൻ്റെ ആളിനെ ഓർത്തേറ്റാൻ നിൽക്കുന്നു. സിനിമാ ലോകത്ത് അത് അവിക്കാതി പറയാൻ എളുപ്പമാണ്. ചുമ്മാ അവിക്കാതി പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഒരു ഈ പെണ്ണുമാണുമാണ് ദൃഷ്ടിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് അവിടെ ഒന്ന് മുട്ടിന്നോ ഇതൊക്കെ വരും. അതിപ്പോൾ ഇപ്പോഴത്തെ കാലമാണ്. അത് നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ കണ്ട് നമ്മളങ്ങോട്ട് ഇടപെട്ട് പോവുക. അത് ചെറുപ്പക്കാരനാണ് അവൻ്റെ പെങ്ങളായിട്ട് കരുതണം, നായികയായിട്ട് അഭിനയിക്കണം. അങ്ങനെയുള്ള അതെ അതെ വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ അപ്പൊ അവരുടെ പൂജ ഉണ്ടല്ലോ, നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഗണപതി ഹോമം ചുമ്മാനുള്ള ഹോമമാണോ? അതാണ്ട് ഒരു അമ്പലത്തിൽ ആ പാസ്റ്റിൽ കൊടുക്കുന്നത്. അത് അറിയാവുന്ന തന്ത്രിയെ വിളിച്ചാണ് ഒപ്പിക്കുന്നത്. ഈ ഇങ്ങനെ ഇത്രയും മട്ടോടെ ഈ പൊക്കത്തിൽ കെട്ടി 3 ഘട്ട പൊക്കം ഇടുന്നതിന്. എന്നിട്ട് ഹോമം അങ്ങോട്ട് നടത്തിയാലുണ്ടല്ലോ, മന്ത്രോച്ചാരണം സംസ്കൃതത്തിൽ മന്ത്രോച്ചാരണം അറിയാവുന്നവനെ ഇത് പറ്റും. സംസ്കൃതം അറിയാവുന്നവനെ ഇത് ചെയ്യാൻ ആണോ? ഓടിപ്പോയോ? തല തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഇവരെ മനസ്സിലായി, ഇവരുടെ ഒരു ജീവിതം മനസ്സിലായി, ഇവർ എത്രത്തോളം രസകരമായിട്ടാണ് അവരുടെ ആ ജീവിതത്തെ ആസ്വദിക്കുന്നതെന്ന് മനസ്സിലായി. ഇതിന്റെ എല്ലാം തലയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. സത്യത്തിൽ ഇവരെല്ലാവരും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തപ്പെടേണ്ടവരാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ തലവി
തലൈവി തലൈവി എന്നൊക്കെ പറയുന്ന പോലെ പോലെയാണ്. എന്തായിരുന്നാലും ഇവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു ഭാഗ്യം ആയിക്കോട്ടെ.